യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. യൂസ് ചെയ്ത് വൈറ്റ് ബോർഡിൻ്റെ ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെയ്യാൻ നോക്കാം. അതിന് ഫസ്റ്റ് നമ്മളെ ഗൂഗിൾ ക്രോം കയറുക. അവിടെ പോയി സെർച്ച് ചെയ്ത് കൊടുക്കാം മാംഗോ ആനിമേറ്റർ. ഇത് അവിടെ തന്നെ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്നുള്ളതിൽ ഈ അടിയത്തെ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ആനിമേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. ഇനി പെയ്ഡ് ആണെങ്കിൽ ഇത് 59 രൂപ ഇതിന് നമ്മൾ പർച്ചേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കുറേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണെങ്കിൽ ഇതാ ഇവിടെ ഡൗൺലോഡ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ആവും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്യാത്തത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ശേഷം ഇത് അവിടെ വന്നിട്ടുണ്ട് മാംഗോ വൈറ്റ് ബോർഡ്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു ഇതാണ്. ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ ക്ലോസ് ചെയ്തിടാം. ഇവിടെ വന്ന് നോക്കിയാൽ കുറേ പ്രൊജക്റ്റിനുള്ള ഓപ്ഷൻസ് കാണാം. എൻ്റെ നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു, അങ്ങോട്ടാണ് നേരാത്തത്. ഇതായ കാണാം. ഇവിടെ നമ്മൾ പോയിട്ട് ഇവിടെ ന്യൂ എം ടി പ്രൊജക്റ്റ് കൊടുക്കാം. എങ്ങനത്തെയാണോ, ഏതാണോ, റീൽസിനാണോ അല്ലെങ്കിൽ വീഡിയോ ആണോ, ഏതാ വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ 916 കൊടുക്കുന്നുണ്ട്. ഇതവിടെ വന്ന് ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ ഡ്രോയിങ്സിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് അതിൽ ഈ പ്ലസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറിൽ അഡ്വാൻസ് ഓപ്ഷന് പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്യാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. ഡിലീറ്റ് ചെയ്യാം. ഇതിങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഫുള്ള് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെറുതെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ വരും ആഡ് ലോക്കൽ ഇമേജ് എന്ന് കാണാം. അതിന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളെ ഫയലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് ഇവിടേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ കാണാം സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്യൂറേഷൻ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. മാക്സിമം ഡ്യൂറേഷൻ 20 സെക്കൻഡ് ഉള്ളൂ. അപ്പോൾ 20 സെക്കൻഡേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ഒരു ചേർത്തിട്ട് 20 തന്നെ കൊടുക്കാം. എൻ്റർ ചെയ്ത് കൊടുത്താൽ 20 വരുള്ളൂ. ടൈം ഓഫ് സ്റ്റാർട്ട് ടൈമും ഓഫ് ടൈമും അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലേ അത് മാത്രം കൊടുത്താൽ മതി. കൺഫേം എടുക്കാം. അതിന് പിന്നെയും വീണ്ടും ഇവിടെ പോയാൽ ഇവിടെ എഡിറ്റ് ആക്ഷൻ എന്നൊരു ഇത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ സ്കെച്ചാണോ ഹാൻഡ് ഗണ്ണാണോ ക്ലിക്കാണോ കൊടുക്കുക. ഹാൻഡ് റൈറ്റിംഗ് തന്നെ മതി, അത് കൊടുക്കുക. ഇതാണ് ഹാൻഡ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഇനി ഇവിടെയൊക്കെ നമുക്ക് ലൈനിൻ്റെ തിക്നെസ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ വരയ്ക്കുന്ന ലൈനിൻ്റെ തിക്നെസ് മാറ്റി കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്താൽ എത്ര ഉള്ള പരിപാടി. കൺഫേം കൊടുത്ത് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാം. ഇതാ വരച്ച് വരുന്നുണ്ട്. ഇതിൽ പ്ലസ് കളറിങ്ങും ചെയ്യട്ടോ. വരയ്ക്കൽ മാത്രമല്ല കളറും വരും. ഇനി നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ വരച്ച് തീരട്ടെ. വരച്ച് തീർന്നിട്ട് സേവ് ചെയ്യണം. ഇതാ കളറും വന്നേ. ഇനി നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇത് അവിടെ സേവിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയുള്ള പരിപാടി.
അപ്പോൾ ഇതുപോലത്തെ റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട്